പന്മന ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭാ യോഗം നടത്തി. ക്ഷേമ പദ്ധതികൾ, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ എന്നിവ സംബന്ധിച്ച് ചർച്ച നടന്നു. പന്മന ഗ്രാമപഞ്ചായത്തിലാണ് ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ഭിന്നശേഷി ഗ്രാമസഭാ യോഗം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഭിന്നശേഷി ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി ഗ്രാമസഭകൾ കൂടുന്നില്ല എന്നുള്ള ഏറെക്കാലത്തെ പരാതിയുടെയും പരിഭവത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് കൂടിയിരുന്നതെങ്കിൽ ഇതങ്ങനൊരു അവസരം നൽകാതെ തന്നെ നമ്മൾ ഇത്തരത്തിൽ വിളിച്ചുകൂട്ടിയത് സമൂഹത്തിൽ പിന്തുണ ആവശ്യമുള്ള ഈ ഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം പരിപാടികൾ, എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമോ അതെല്ലാം നമുക്ക് നടപ്പിലാക്കണമെന്നുള്ള കൂട്ടുത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, ആ ചർച്ചയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചു ചേർന്നത്. ഈ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ ആദ്യമായി കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രദേശത്തെ ബഡ് സ്കൂൾ ഇന്ന് ഏറെ വലിയ ശോചനീയമായ അവസ്ഥയിലാണ്. അവിടെ താൽക്കാലിക മെയിൻ്റനൻസ് നടത്തി മുൻപോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ ഫിറ്റ്നസ് പരിശോധിച്ച് അതിനെ ഡിമോളിഷ് ചെയ്ത് പുതിയ ഒരു സൗകര്യങ്ങളോട് കൂടിയ ഒരു ബഡ് സ്കൂൾ പണിയുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു. കൊച്ചുറ്റയിൽ സലീം, സുകന്യ, മറ്റ് ജനപ്രതിനിധികൾ, ICDS സൂപ്പർവൈസർ ധന്യ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ, സൗകര്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് വിശദമായ ചർച്ചകളും നിർദ്ദേശങ്ങളും യോഗത്തിൽ നടന്നു. വിവിധങ്ങളായി മുന്നോട്ട് വന്ന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.